മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ താരങ്ങളിൽ പ്രധാനിയായിരുന്നു അജു വർഗീസ്. ആദ്യ സിനിമ ഹിറ്റായപ്പോൾ അജു അടക്കമുള്ള താരങ്ങളും വലിയ നിലയിലേക്കെത്തി. ഇപ്പോൾ നടൻ, നിർമ്മാതാവ് എന്നിങ്ങനെ പല റോളുകളിലും തിളങ്ങി നിൽക്കുകയാണ് താരം. നിർമ്മാതാവായതിലൂടെ തനിക്ക് ലാഭവും നഷ്ടവും ഉണ്ടായിട്ടില്ലെന്നാണ് അജു പറയുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാളും ബജറ്റിൻ്റെ 3 ഇരട്ടി ചെലവാക്കി ആദ്യ സിനിമ നിർമ്മിച്ചതിനെക്കുറിച്ചാണ് നടനിപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഫ്ലവേഴ്സ് 1 കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അജു വർഗീസ്. സിനിമയിൽ നിർമ്മാതാവായി കയ്യിലുണ്ടായിരുന്ന കാശ് പോയതുമില്ല, ഇങ്ങോട്ട് കാശ് കിട്ടിയതുമില്ല. അടി കപ്പ്യാരെ കൂട്ടമണി എന്ന സിനിമ ചെയ്യുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ എന്നോട് കുറേ കഥകൾ പറഞ്ഞിരുന്നു. ആ കഥകളിൽ സിനിമയ്ക്ക് രസമുള്ള കഥ എന്ന് പറഞ്ഞ് അവനൊന്ന് പറഞ്ഞു. പുള്ളി തന്നെ ചെയ്തിട്ട് ഇറക്കാത്ത ഒരു ഷോർട്ട് ഫിലിമാണ്. അങ്ങനെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊരു സോ കോൾഡ് ബഡ്ജറ്റിൽ തീരുമെന്ന് അവൻ പറഞ്ഞിരുന്നു. ഇപ്പോഴുള്ള ബജറ്റിൻ്റെ 1/3 തീർക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് 3 ഇരട്ടിയായി മാറി. 12 ഷെഡ്യൂൾ എന്തോ ആ പടം പോയി. കാരണം 2018-ലും 2019-ലും ഉണ്ടായ പ്രളയം നേരിടേണ്ടി വന്നു. ഭാഗ്യത്തിന് കോവിഡിലേക്ക് എത്തിയില്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യം പൂർത്തിയായേനെ. അന്നും മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും ഞങ്ങളെ സഹായിച്ചെന്ന് പറയാം. ഏറ്റവും വലിയ താങ്ക്സ് കാർഡ് കൊടുത്ത പടം അതായിരിക്കും. അത് മറക്കാൻ പറ്റില്ല. നടന്മാർ ഫണ്ട് ചെയ്തൊരു പടമായിരുന്നു അതെന്നും അജു വർഗീസ് പറയുന്നു. ഇടയ്ക്ക് താൻ അസിസ്റ്റന്റ് സംവിധായകൻ ആവാൻ ശ്രമിച്ചതിനെക്കുറിച്ചും നടൻ പറഞ്ഞിരുന്നു. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലൂടെയായിരുന്നു അത്. അതിൻ്റെ നിർമ്മാതാവും എൻ്റെ സുഹൃത്താണ്. അങ്ങനെ വിനീതിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ നിന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ലെന്ന് അവൻ പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ ഇതെൻ്റെ സ്വപ്നമാണെന്നും ഒരു കുഴപ്പവുമില്ലെന്നും പറഞ്ഞു. ദുബൈയിലാണ് ചിത്രീകരണം. എൻ്റെ മനസ്സിൽ കൂട്ടുകാർ ചെയ്യുന്ന സിനിമയാണല്ലോ. രാവിലെ ലൊക്കേഷനിലെത്തി ഒരു 10-12 മണി വരെ അവിടെ നിന്നിട്ട് ദുബായ് മുഴുവൻ കറങ്ങി നടക്കാമെന്ന് തീരുമാനിച്ചു. അവിടെ എത്തി ആദ്യ ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് 10 മണിയായപ്പോൾ ലൊക്കേഷൻ നോക്കാൻ ഇറങ്ങി. പിന്നെ ഒരു 3 ദിവസം വരെ ഇതുതന്നെയായിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം വെളുപ്പിന് 5 മണിക്ക് പോകണം. 4:30 ആവുമ്പോഴെങ്കിലും എഴുന്നേൽക്കണം. സെറ്റിലെത്തി കഴിഞ്ഞാലും ഒരുപാട് ചെയ്യാനുണ്ടാവും. ഒടുവിൽ അതൊക്കെ കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ രാത്രി 10 മണിയെങ്കിലും ആവും. പിന്നെ അതിൻ്റെ കണക്കും ബാക്കി കാര്യങ്ങളുമൊക്കെ ഞാനാണ് എഴുതുന്നത്. അതൊക്കെ കഴിഞ്ഞ് 2 പെഗ്ഗും കുടിക്കുമ്പോഴേക്കും 1 മണിയാവും. വീണ്ടും രാവിലെ 4:30 ആവുമ്പോൾ എഴുന്നേൽക്കണം. അതോടെ മടുത്തു. ഒരു ദിവസം കണ്ണിന് വേദനയാണെന്ന് പറഞ്ഞ് താൻ ലീവ് പോലും എടുത്തു. അന്നെങ്കിലും കിടന്ന് സുഖമായി ഉറങ്ങാമല്ലോ എന്ന് കരുതിയാണ് അത് ചെയ്തതെന്നും പിന്നീട് നാട്ടിലെത്തി അടുത്തുള്ള ഷെഡ്യൂളിന് താൻ പോയിട്ടില്ലെന്നും നടൻ പറയുന്നു.